ഹായ്. ഈ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് പ്രോഗ്രാമുകളിലൊക്കെ ചില ആളുകൾ ആക്ടിവിറ്റിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് എൻഗേജിങ് അല്ല നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും പല ടീം ബിൽഡിംഗ് പ്രോഗ്രാംസിലും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളണമെന്നില്ല. എന്നാലും അവരിലും ലേണിംഗ് നന്നായിട്ട് സംഭവിക്കുന്നുണ്ട്. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. പലപ്പോഴും അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ സംഭവിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സംഭവിക്കുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ തിങ്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ലേണിംഗ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ചും ചിലപ്പോൾ ഒരു പക്ഷേ ഒരാൾ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, എല്ലാ ആക്ടിവിറ്റീസിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, എൻഗേജ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഉള്ളിലേക്കൊന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ആക്റ്റീവായിട്ട് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് അവർ മാത്രമാണ് ലേണിംഗ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സൈലൻ്റ് ആയിട്ടുള്ള ആളുകളും വളരെ സൈലൻ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ലേൺ ചെയ്യുന്നുണ്ട്.